തന്നെ മോദി ഇപ്പോൾ പഞ്ചാബിലാണല്ലോ, അതോടൊപ്പം തന്നെ മോദിയും അസീം മുനീറും നേർക്കുനേർ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അതൊരു ഇതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പോലും അതിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം ഈ പാകിസ്ഥാനിൽ തിരിച്ചടി നടത്തിയതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി സൈനികരെ, ഇന്നലെ ഇന്ത്യൻ ജനതയെ മുഴുവൻ അദ്ദേഹം 20 മിനിറ്റ് അഭിസംബോധന ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. സിന്ദൂരം മാച്ചവരുടെ ഭസ്മം ഞങ്ങൾ എടുക്കും, ഒരു തരത്തിലും ഇന്ത്യയെ ഭീകരതയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നടപടിക്കും ഞങ്ങൾ നീങ്ങില്ല എന്നുള്ള കൃത്യമായ നിലപാട് പ്രധാനമന്ത്രി സ്വീകരിച്ചു. അത് മാത്രമല്ല, ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ട് മോദി വിരുദ്ധർ പോലും കൈയടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനിടയിലാണ് മോദി അധംപൂരിൽ, അതായത് പഞ്ചാബിലെ അധംപൂരിൽ എത്തുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു വലിയ ഡ്രോൺ ആക്രമണങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ രാത്രി തന്നെ അമൃത്സറിലേക്ക് വീണ്ടും പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഭയവും ഇല്ലാതെ, സെക്യൂരിറ്റി കാണും എങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രി വരുന്നു, സൈനികരെ അഭിനന്ദിക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്, നിങ്ങൾക്ക് എന്താണ് ശരി എന്ന് തോന്നുന്നു അത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ നൽകിയിട്ടുണ്ട്, സമയം ചെറുതാണ്, ലക്ഷ്യം വളരെ വേഗത്തിൽ കാണുക, ഞാൻ ഒപ്പം തന്നെയുണ്ട്, നിങ്ങൾ മുന്നിലാണെങ്കിൽ പിന്നിൽ നിങ്ങൾക്ക് ധൈര്യമായി ഞാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുന്നിലാണെങ്കിൽ എനിക്കൊപ്പം നിങ്ങളുണ്ട്, എന്റെ പിന്നിലെന്നല്ല. സൈനിക വേഷത്തിലൊക്കെ പോയി ഇവർക്ക് ആത്മവിശ്വാസം പകരുന്ന പല സന്ദർഭം. അതെ, ദീപാവലി ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അതിർത്തിയിൽ കിടക്കുന്ന സൈനികരെ കാണാനായി സൈനിക വേഷത്തിലെത്തി അവരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതിനു മുൻപ് സൈനികർക്ക് ഇന്ത്യയിൽ എത്ര വിലയുണ്ടായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിനുശേഷം 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സൈനിക മേഖല, കാരണം സൈനിക മേഖല എന്ന് പറയുമ്പോൾ രാജ്യത്തെ കാക്കുന്നത് അവരാണ്. അവർ രാജ്യത്തെ കാത്താലേ നമുക്ക് എന്തും നേടാനുള്ള കരുത്തുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തീവ്രവാദികൾ മുഴുവൻ നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്തെ തന്നെ അവർ ഇല്ലാതാക്കും. അപ്പോൾ അവരാണ് നമ്മുടെ ശക്തിയും ഊർജവും എല്ലാം നമ്മുടെ സൈനികരാണ്. കര, നാവിക, വ്യോമസേനകൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് സുരക്ഷയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഈ വിമർശനം ഉന്നയിക്കുന്നവർ പോലും ധൈര്യമായി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സൈനികർ ഉറക്കമൊഴിച്ച് വെയിലും മഴയും മഞ്ഞും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാത്ത കുറെ എണ്ണം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി പഞ്ചാബിലെ അധംപൂരിലെത്തി സൈനികരെ കാണുമ്പോൾ പാകിസ്ഥാനിലെ സൈനിക മേധാവി എന്താണ് ചെയ്തത്? അവിടെ സൈനിക മേധാവിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. കാരണം സൈന്യമാണല്ലോ ആ രാജ്യത്തെ ഭരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഒരു വിലയും ഇല്ല. പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അട്ടിമറി നടത്തി അങ്ങനെ ജയിലാക്കും. അതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോ ഈ ഇത് നടക്കുമ്പോൾ സൈന്യത്തിന് മുഴുവൻ ഇന്ത്യക്കെതിരെ വിട്ടിട്ട് അവിടത്തെ സൈനിക മേധാവി ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിനു മുൻപേ ഈ ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ കുടുംബത്തെ മുഴുവൻ ബ്രിട്ടനിലേക്ക് അയച്ചു. എന്നിട്ട് 3-4 ദിവസം, അതായത് ഈ ആക്രമണം കഴിയുന്നത് വരെ അയാൾ ബങ്കറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ബങ്കറിന്റെ അകത്ത് സുരക്ഷിതനായിരിക്കുന്നു. കൂടെയുള്ള സൈനികർ ജീവിച്ചാലും മരിച്ചാലും അത് എന്റെ വിഷയമല്ല. എനിക്ക് സുരക്ഷിതം വേണം. എന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ സുരക്ഷിതരായി ബങ്കറിൽ തല പൊങ്ങി വരും. അപ്പൊ മിസൈൽ ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ തല താഴ്ത്തും. പിന്നെ എനിക്ക് തോന്നുന്നു പകല് മുഴുവൻ ചിലപ്പോ തല വെയിലിട്ടിരിക്കുമായിരിക്കും, രാത്രി താഴെ. അവസാനം കുറെ ദിവസം കഴിയുമ്പോൾ ഇത് കഴിയുമല്ലോ, ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്കും അതൊക്കെ ബ്രിട്ടനിലോട്ടൊക്കെ പോവാൻ. അതെ, അതിന് തന്നെയാണ് ഇപ്പൊ ആദ്യമൊക്കെ പറഞ്ഞത് ഇയാളെ പട്ടാള മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റി ഷാകിർ ഷംസാദ് എന്ന് പറയുന്ന ഒരാളെ പട്ടാള മേധാവിയിലേക്ക് കൊണ്ടുവരുന്നു. കാരണം ഇയാൾ 2000 കോടിക്ക് മേളിൽ തുക UK-യിലെ HSBC ബാങ്കിലേക്ക് അയച്ചു. അത് എവിടെ നിന്നാണ് എന്നറിയില്ല, ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയതെന്ന് അറിയില്ല. ഇത് അയക്കാൻ വേണ്ടി മാത്രം 1,30,000 രൂപ ഈ പട്ടാള മേധാവി അസീം മുനീർ ചെലവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഈ പട്ടാള മേധാവിമാരുടെ അല്ലെങ്കിൽ ഈ പട്ടാളത്തിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള പിന്നെ എന്താ പറയുക പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അപ്പൊ അസീം മുനീർ എന്ന് പറയുന്ന പട്ടാള മേധാവി അവിടെ പലർക്കും സ്വീകാര്യനല്ല. അയാൾ പിന്നെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സൈന്യ പണി ചെയ്യുന്ന ഒരാളാണ് ഈ അസീം മുനീർ. ഇപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ പ്രതിരോധ മന്ത്രി, നമ്മുടെ ആഭ്യന്തര മന്ത്രി, നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പിന്നെ
ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും നമ്മുടെ പ്രധാനമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാരും എല്ലാ സൈന്യത്തോടൊപ്പം സർവകക്ഷി യോഗം വിളിക്കുന്നു, ഉന്നതതല ചർച്ചകൾ നടത്തുന്നു, സൈന്യത്തിനോട് പറയുന്നു എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ധൈര്യമായി നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ എന്ന് പറയുന്നു. അപ്പോ അത്രയും ലോക രാജ്യങ്ങൾക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാതൃകയാവുകയാണ്. തന്നെ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ഇവിടെ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം വന്ന് ഒരു ദിവസം കേരളത്തിൽ താമസിച്ചത് നിൽക്കുന്നത്. അതായത് അദ്ദേഹം എല്ലാവർക്കും സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ വന്നാലും എന്റെ സൈന്യം, എന്റെ പിള്ളേർ അവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഭയമില്ല, കാരണം എന്റെ രാജ്യത്തെ കാക്കാൻ എന്റെ പിള്ളേർ അവിടെ ഉണ്ട്. അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴും അദ്ദേഹം അവിടെ ഇരുന്ന് വീക്ഷിക്കുകയാണ്, ഓരോന്നും വീക്ഷിക്കുകയാണ്, പുറക്കമഴിഞ്ഞിരുന്ന് വീക്ഷിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് മാത്രമല്ല പിന്നെ ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വ്യത്യസ്തനാവുന്നത് സൈനികർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ അഭിനന്ദിക്കുന്ന ഒരു പ്രധാനമന്ത്രി. ഈ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇതുപോലെ സൈനികർക്ക് വീര്യം പകരാനായി ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് സൈനികർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അഭിനന്ദിക്കുന്നത്. നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ധൈര്യമാണ്. നമുക്ക് മുന്നിൽ ഒരാളുണ്ട്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ നോക്കാൻ ഒരാളുണ്ട്, നമുക്കൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മളെ കാക്കാൻ ഒരാളുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് സൈനികർക്ക്. അപ്പോൾ അതാണ് നമ്മൾ അധംപൂരിലും കണ്ടത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മികച്ച പട്ടാള മേധാവിയില്ല. ഈ അസീം മുനീർ എന്ന് പറയുന്നവൻ മതപണ്ഡിതനാണ്. അതായത് മതപണ്ഡിതൻ എന്നല്ല പറയേണ്ടത്, മതവിഷം എന്നാണ് പറയേണ്ടത്. കാരണം ഖുറാനിൽ നല്ല നല്ല വാചകങ്ങളുണ്ട്. ആ വാചകങ്ങളെ എടുക്കാതെ അതിനെ വേറെ രീതിയിൽ ഉദ്ധരിച്ച് ആളുകളുടെ മൈൻഡിൽ, അവിടുത്തെ യുവാക്കളുടെ മൈൻഡിലൊക്കെ വിഷം കുത്തിവെച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ അവരെ ചാവേറുകളാകാനും ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ അസീം മുനീറാണ്. എന്നിട്ട് ഇയാൾ പോയി ബങ്കറിൽ ഒളിച്ചിരിക്കും. ഈ വരുന്ന ഭീകരരാണെങ്കിലും സൈനികരാണെങ്കിലും അവർ ഇന്ത്യയുടെ പ്രതിരോധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒന്നി മരണപ്പെടും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവം. അതൊന്നും ഈ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സൈനികർ എന്ന് പറയുന്നത് വലിയ, എനിക്ക് തോന്നുന്നു രാജ്യത്തെ ജനങ്ങളെക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി ഇമ്പോർട്ടന്റ് കൽപ്പിക്കുന്നത് രാജ്യത്തെ സൈനികർക്കാണ്. ആ സൈനികരാണ് നമ്മുടെ വീര്യം, ഊർജം, കരുതൽ, നമ്മുടെ എല്ലാം അവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സൈന്യത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും, അദ്ദേഹം ഭരണപരമായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് നടക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ പോലും അദ്ദേഹം എത്തി വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ സൈന്യത്തെ പൂർണ്ണ വിശ്വാസമാണ് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല ഈ എടുത്തു ചാടിയുള്ള ഒരു തീരുമാനങ്ങളില്ല. അതായത് ഈ ഒരു പഹൽഗാമിലെ ഇത് നടന്നതിന് ശേഷം കൃത്യമായി കുറേയേറെ ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത്. ചിലപ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനമാണെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് പോയി ചെയ്യുക, പിന്നെ അതിൽ പരാജയം ഉണ്ടാവുക ഒക്കെ ശ്രമിക്കാം. പക്ഷേ ഇതിൽ അദ്ദേഹം കൃത്യമായ ആസൂത്രണത്തോടു കൂടി എല്ലാ മേധാവിമാരുമായൊക്കെ സംസാരിച്ച് അമിത്ഷായുമായൊക്കെ കൂടിയാലോചനകൾ നടത്തിയിട്ട് വളരെ കൃത്യമായ ഓപ്പറേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മോദി ഇന്ന് എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ന് രാവിലെ ഞാൻ AFS ആധംപൂരിൽ പോയി നമ്മുടെ ധീരരായ വ്യോമ യോദ്ധാക്കളെയും സൈനികരെയും കണ്ടു. ധൈര്യം, ദൃഢനിശ്ചയം, നിർഭയത്വം എന്നിവയുടെ പ്രതീകമായവരോടൊപ്പം ഉണ്ടായിരുന്നത് വളരെ സവിശേഷമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ രാജ്യത്തിനായി നമ്മുടെ സായുധ സേന ചെയ്യുന്ന എല്ലാത്തിനും ഇന്ത്യ എന്നും നന്ദിയുള്ളവരാണ്. ഇങ്ങനെയാണ് മോദി എക്സിൽ കുറിച്ചത്. ഇതിൽ പരം എന്ത് അംഗീകാരമാണ് സൈനികന് വേണ്ടത് എന്നുള്ളത്. അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അപ്പുറം അവരുടെ ഒരു അവർക്കൊപ്പം അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കാവലാളായി നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മാറുകയാണ്. ഈ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമായി കാണാം.